കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായി കേസെടുത്തുവെന്നും കൂടി മുഖ്യമന്ത്രി പറയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ. മുഖ്യമന്ത്രിക്ക് തിരിച്ചടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ വളഞ്ഞിട്ട് തല്ലിയ സംഭവത്തിൽ ഇടപെട്ട് കോടതി. സതീശൻ പറവൂരിന് പുറംലോകം കണ്ടത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം. മന്ത്രി മുഹമ്മദ് റിയാസ്. നവകേരള സദസ്സിന് ഇന്ന് സമാപനം. DGP ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച്. നഗരത്തിൽ കനത്ത സുരക്ഷ. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായി കേസെടുത്തുവെന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നവകേരള സദസ്സ് ബസ്സിനെതിരെ ഷൂ എയർ റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ VG വിനീതയ്ക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി കേസെടുത്ത നടപടിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. നവകേരള സദസ്സിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇതും കൂടി പിണറായി വിജയൻ പ്രതിദിന തള്ളിന്റെ കൂട്ടത്തിൽ തള്ളണം. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായി കേസെടുത്തുവെന്ന് മുഖ്യമന്ത്രി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല. നവകേരള സദസ്സ് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കണമെന്നും ഒരു ഏകാധിപതിയുടെ മനോനിലയിലേക്ക് അദ്ദേഹം എത്തിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നവകേരള സദസ്സിന്റെ വാഹനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കുറുപ്പുംപടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPC 120B കുറ്റകരമായ ഗൂഢാലോചന വകുപ്പ് പ്രകാരമാണ് വിനീതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വളഞ്ഞിട്ട് തള്ളിയ സംഭവത്തിൽ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ആലപ്പുഴ സൗത്ത് പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് നൽകിയ ഹർജിയിലാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടപടി. പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് ഗൺമാൻമാർ മർദ്ദിച്ചതെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കൂരക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരും പോലീസും ചേർന്ന് വളഞ്ഞിട്ട് തല്ലിയിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ അനിൽ കല്ലിയൂരിനെയും സന്ദീപിനുമെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കാണിച്ചാണ് ഇവർ കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ കോർഡിനേഷൻ ചുമതല മാത്രമുള്ള ഗൺമാൻ ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെട്ടത് പോലീസ് സേനയിലും ഭിന്നതയ്ക്ക് ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പരിഹാസവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. സതീശൻ തൻ പ്രമാണിത്വത്തിന്റെ ആൾരൂപമാണെന്ന് മുഹമ്മദ് റിയാസ് വിമർശിച്ചു. സതീശൻ പറവൂരിന് പുറംലോകം കണ്ടത് പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ്. അടുത്ത പ്രതിപക്ഷ നേതാവിനുള്ള സീറ്റ് ബുക്കിംഗ് ടവൽ മാത്രമാണ് സതീശനെന്നും റിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റിയാസിനെതിരെ പരിഹാസവുമായി സതീശൻ രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെയാണ് റിയാസിന്റെ വിമർശനമുണ്ടായത്. കേടായി റോഡിലെ കുഴി എണ്ണട്ടെ പൊതുമരാമത്ത് എന്നായിരുന്നു സതീശന്റെ പരാമർശം. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ കുഴപ്പമാണ് റിയാസിന്. മുഹമ്മദ് റിയാസ് മൂക്കാതെ പഴുത്തയാളാണ്. എന്റെ പാർട്ടിയിലെ സ്വാധീനം അളക്കാൻ റിയാസ് വരണ്ട എന്നും VD സതീശൻ പറഞ്ഞു. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജി എന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയായി VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 1 മാസമായി നടത്തിയ നവകേരള സദസ്സിന് ഇന്ന് സമാപനം. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ മാസം 18-ന് ആരംഭിച്ച യാത്ര 35 ദിവസം പിന്നിട്ടാണ് ഇന്ന് സമാപിക്കുന്നത്. ഔദ്യോഗിക സമാപന ദിവസമായ ഇന്ന് 5 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കും. കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം. കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ പര്യടനം മാറ്റിവെച്ചിരുന്നത്. അടുത്ത മാസം 1, 2 തീയതികളിൽ മാറ്റിവെച്ച പര്യടനം പൂർത്തിയാക്കും. സമാപന ദിവസമായ ഇന്നും തലസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കും. യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്.